ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഡ് ഡൈപ്പേഴ്സ് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യാം എന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ എല്ലാവരും ടെൻഷനായിരിക്കും അല്ലേ, ഈ യൂസ്ഡ് ഡൈപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ. ഇത് കുഴിച്ചിട്ടാലാണെങ്കിലും കത്തിച്ച് കളഞ്ഞാലാണെങ്കിലും ഇതിനൊന്നും തന്നെ സംഭവിക്കില്ല. അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാനൊരു വഴി പറഞ്ഞു തന്നാലോ? ഇതെല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, പക്ഷേ എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരണമെന്ന് മാത്രം. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡൈപ്പേഴ്സൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഇടാം. ഇതിപ്പോൾ കുറേ ഡൈപ്പേഴ്സ് ഉണ്ടാവും, എനിക്കൊരു 2 ആഴ്ച ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ആ ഡൈപ്പേഴ്സൊക്കെ ഞാൻ ഇതുപോലെ സൈഡ് പൊളിച്ചിട്ട് മറച്ചിടണം കേട്ടോ. ഉൾഭാഗം ഇങ്ങനെ മറച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ ഒന്നുകൂടി ഭയങ്കര ഈസി ആവും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ നിറച്ച്, അതായത് ആ ഡൈപ്പേഴ്സ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല രീതിക്ക് ഇതൊക്കെ കണ്ടില്ലേ, ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അങ്ങനെ കുറച്ചൊരു 10-15 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ഇതുപോലെ അത് വീർത്ത് വരും. ഇങ്ങനെ വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇട്ട് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ച ഐബ്രോ റേസേഴ്സോ അല്ലെങ്കിൽ ബ്ലേഡോ എന്ത് വേണമെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലെ ജെല്ല് നമ്മൾ വേസ്റ്റൊക്കെ ഇടാൻ വെച്ച ബക്കറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ജെല്ല് നല്ല രീതിക്ക് ഇട്ടിട്ട് ഞാൻ കുറച്ചൊക്കെ ചെയ്താൽ മതി, പക്ഷെ ഞാനത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കും. അത് നമുക്ക് ആ ഒരു ജെല്ല് വരുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് തോന്നുന്ന ആൾക്കാർക്കൊക്കെ, ഒരു അറപ്പ് പോലെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് നല്ല രീതിക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ തന്നെ 1/4 ഭാഗം അത് ക്ലീനായി കഴിഞ്ഞു. ഇതേ രീതിക്ക് എല്ലാ ഡൈപ്പേഴ്സും നമ്മൾ ക്ലീനാക്കി എടുക്കണം. ഇത് ഇത്രയും മെനക്കെട്ട പണിയാണ്, എല്ലാവർക്കും അത് ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനിത് വീക്ക്ലിയാണ് ചെയ്യാറ്. കാരണം മോളേനെയും വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതിലൊക്കെ കൈയിട്ട് കാലിട്ടൊക്കെ കളിക്കാൻ നിൽക്കും. അപ്പം ഞാൻ വീട്ടിലെല്ലാവരും സൺഡേസ് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ ആ എല്ലാവരും വീട്ടിലുള്ള ടൈമിലാണ് ഞാൻ ഇതുമ്മേ പണിയാനായിട്ട് ഇരിക്കുക. അപ്പോൾ മോളെ ആരെങ്കിലുമൊക്കെ നോക്കിക്കോളുമല്ലോ. കുറച്ച് മെനക്കെട്ട പണിയാണ്, എന്നാലും നമുക്കത് നീറ്റായി കിട്ടണ്ടേ, അവിടെ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ ഡൈപ്പറായി. ഇത്ര അധികം വരാറില്ല, ഹൗസ് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് പെൻഡിങ് വന്നു. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഡൈപ്പറാണ് ഞാനിപ്പോൾ അതെടുത്ത് ക്ലീൻ ചെയ്തത്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബക്കറ്റ് നിറച്ച് ജെല്ലാണ് അതിൻ്റെ ഉള്ളത്. ഇത്രയും നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡൈപ്പർ. ഇതിപ്പോൾ കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഇതേപോലെ നമ്മളെല്ലാതും ഒന്ന് നല്ല രീതിക്ക് ആക്കിയെടുക്കുക. ഇതിനിപ്പോൾ വേറൊരു പണിയില്ല, നമുക്ക് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഒലുമ്പി ഉണക്കിയിട്ടാൽ മാത്രം മതി, അത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ അത് ഉണക്കാൻ വെച്ചാലും മതി, അത്രയേ ഉള്ളൂ അതിൻ്റെ പണി. ഞാൻ കണ്ടു അതുപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഈ ക്ലീൻ ചെയ്ത് വെച്ച അതിൻ്റെ ഉള്ളിലെ ജെല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ള ഡൈപ്പേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് മുക്കി ഒലുമ്പി ഒന്ന് പിഴിഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതങ്ങനെ തന്നെ ഇനി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും. ക്ലീൻ ചെയ്ത് വെച്ച എല്ലാ ഡൈപ്പേഴ്സും ഇതുപോലെ ഒന്ന് നീറ്റാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഈ ഡൈപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതെന്താ ചെയ്യുക, ഇതെങ്ങനെ കളയുക. അപ്പോൾ ചിലർ പറയാറുണ്ട് കുറേ ഡീസൽ ഒഴിച്ച് നോക്കി, അല്ലെങ്കിൽ കുറേ അങ്ങനെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവണില്ല എന്നൊക്കെ പറയണ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അതൊരു യൂസ്ഫുൾ വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതൊട്ടുമിക്ക അമ്മമാർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ നമ്മളിങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ക്ലീൻ ചെയ്ത് വെച്ച ഡൈപ്പേഴ്സും ഇതുപോലെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങനെ തന്നെ ഉണക്കിയെടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഇതിലൊരു വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അത്രയും നീറ്റായിട്ടാണ് നമ്മളിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു കറ പോലും അതിലില്ല, അത്രയും നീറ്റാണ്. ഇനി നമ്മൾ ആ വെച്ചിട്ടുള്ള ജെല്ലിൽ ഇതേപോലെ കുറച്ചധികം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അതൊന്ന് വെള്ളമായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിട്ട് നമ്മളത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് വെള്ളം ആയി വരും. കണ്ടോ, ഇത് നല്ല രീതിക്കൊരു വടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് ഓൾറെഡി വെള്ളം ആവുന്നുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ ഒരു കസിൻ ബ്രോ ആണ്, ആളിതൊന്ന് ഇളക്കാൻ കൂടിയതാണ് എൻ്റെ കൂടെ. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കണ്ടില്ല, ഇപ്പം തന്നെ വെള്ളം പോലെ ആയിക്കഴിഞ്ഞു. പക്ഷെ ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ച് ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ ധാരാളം മതി. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ
അതിൻ്റെ ഓപ്പണാക്കി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഏത് രീതിക്കായിട്ടുണ്ടാവും എന്നുള്ളത് കണ്ടില്ലേ, ഫുൾ സാധാ വെള്ളം പോലെ ആയി മാറി. ഞങ്ങൾക്ക് ഇന്ന് കല്ലുപ്പ് ഇത്ര ഇട്ടിട്ട് പോലും ഇത്രയായി. അപ്പോൾ കുറച്ചധികം ഇടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിക്ക് വെള്ളമായി കിട്ടും. കണ്ടില്ലേ, സാധാ വെള്ളം. അപ്പോൾ ഇത് നമുക്ക് ഇനി എടുത്ത് പറമ്പിലേക്ക് ഒഴിച്ചാൽ മതി. വേറെ നമ്മളിത് എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനൊന്നുമില്ല. ഇതങ്ങോട്ട് എടുത്ത് പറമ്പിലേക്ക് ഒഴിച്ചാൽ അത് അങ്ങോട്ട് സാധാ ഇതുപോലെ അങ്ങോട്ട് പൊക്കോളും. ഇങ്ങനെ ജെല്ലായിട്ട് നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇത്ര സിമ്പിളാണ് ഡൈപ്പേഴ്സ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.